ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ഡിഷ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിമുട്ട വറവാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് 15 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ചെറിയൊരു കഷ്ണം വാളംപുളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോഴത്തെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതിലോട്ടൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ ഫിഷ് ചിക്കനൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് കറിയാണിത്. ഇപ്പോൾ ഇതാ മുട്ട നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് കറി റെഡിയാക്കാം. അതിനായിട്ട് ഈ സെയിം കടായിലോട്ട് തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക്, കുറച്ച് ചെറിയ ജീരകം, 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ഐറ്റംസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. കൂടുതലായിട്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ അരപ്പൊന്ന് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകിയിട്ട് ഈ അരപ്പൊക്കെ കുക്കായിട്ട് വരണം. ഇതിലൊട്ടും ഗ്രേവി ഉണ്ടാവില്ല. നമ്മൾ നല്ല തിക്കായിട്ടാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ കണ്ട നന്നായിട്ട് തിളച്ച് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊരു 3-4 മിനിറ്റ് കൂടെ അടുപ്പിൽ വെച്ചാൽ മതി. ഈ മുട്ടയൊക്കെ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇപ്പോൾ കണ്ട മുട്ടയിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതാ നമ്മുടെ രുചികരമായ ഉള്ളിമുട്ട വറവ് റെഡി. നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ ഇതിന്. ഇച്ചിരി പുളിയോ എരിവൊക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു കിടുക്കാച്ചി ഐറ്റം തന്നെയാണിത്. ചപ്പാത്തി, പൊറോട്ട, അപ്പം, ദോശ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു കറി കഴിക്കാവുന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ്. അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള എഗ് മുട്ട വറവ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.